കൊച്ചിയുടെ വികസന സ്വപ്നങ്ങളിൽ അടുത്തതായ എൻ്റെ സ്വപ്നം ദർബാർ ഗ്രൗണ്ട് ഏരിയയും എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് ഏരിയയുമാണ്. ഈ പ്രദേശം നമ്മൾ മുൻപേ കണ്ട മഹാരാജാസ് ഗ്രൗണ്ടിന്റെ പ്രദേശം പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ആ വശത്തുകൂടി ഒരു വണ്ടി ഓടിച്ചു പോകുന്ന ഏതൊരാൾക്കും വലിയ ബുദ്ധിമുട്ട്, ഒരു ശ്വാസം മുട്ടാണ് ഈ ഏരിയയിൽ വണ്ടി ഓടിച്ചു പോകുന്നത്. കാരണം ഈ ദർബാർ ഗ്രൗണ്ടിന്റെ കിഴക്കും തെക്കുമുള്ള മതിലുകൾ കഴിഞ്ഞാൽ കഷ്ടി 2 വലിയ വാഹനങ്ങൾക്ക് പോകാം. ഇത്രയും പ്രാധാന്യമുള്ള ഇതിനകത്ത് പണ്ട് ഈ മഹാരാജാസിലും ദർബാർ ഗ്രൗണ്ടിലും ഒക്കെ വലിയ വലിയ സ്പോർട്സ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ കലൂർ സ്റ്റേഡിയം വന്ന പിന്നെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളെല്ലാം അപ്പറേറ്റാണ് പോകുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂൾ സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തിയിരുന്ന സ്ഥലമാണ്. ഇന്ന് അങ്ങനെയുള്ള വലിയ കായിക മത്സരങ്ങൾക്കൊന്നും ഇത് വേദിയാവുന്നില്ല. കുറച്ച് ഗാനമേളകളും അതേപോലെയുള്ള പരിപാടികളൊക്കെയാണ്. ഈ പരിസരത്ത് ദർബാർ ഗ്രൗണ്ടിന്റെ കിഴക്ക് വശത്തും തെക്ക് വശത്തുമായിട്ട് ഒരു പൊളിച്ചുപണി നടത്തിയ, ഫോർ എക്സാമ്പിൾ അതിലെ നടപ്പാത ഈ 2 വശത്തും വിശാലമായ നടപ്പാതയുണ്ട്. ഈ നടപ്പാത 2 വശത്തും ഒരു 5 മീറ്റർ അകത്തേക്ക് കയറ്റി വെക്കാമെങ്കിൽ ആ റോഡ് 2 വശത്തും ഒരു 5 മീറ്റർ സൗകര്യം കിട്ടുമെങ്കിൽ ആ പ്രദേശത്ത് ഉണ്ടാകുന്ന വികസനം അങ്ങേയറ്റമായി. അവിടെ വരുന്ന ഒരാൾക്കൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓട്ടോ സ്റ്റാൻഡ് കിഴക്ക് വശത്ത് കിടക്കുന്ന ആ പരിസരത്ത് ഒരു വണ്ടി എടുക്കാൻ പറ്റില്ല. തൊട്ടപ്പുറം കളക്ടേഴ്സ് ബംഗ്ലാവാണ്, ആ പരിസരത്തേക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. ഈ ഏരിയയിൽ വരുന്നത് എല്ലാ രീതിയിലും ആളുകൾക്ക് സാധാരണ വണ്ടി ഓടിച്ചു പോകാൻ തന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിനകത്ത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ദർബാർ ഗ്രൗണ്ടിൽ ഇന്ന് എന്തിനെല്ലാം ഉപയോഗിക്കുന്നു ആ ഉപയുക്തതയ്ക്ക് ഒന്നും യാതൊരു ഭംഗം വരാതെ ഈ 2 വശത്തും ഒരു 5 മീറ്റർ അകത്തേക്ക് കയറ്റി മതിൽക്കെട്ട് പണിയാമെങ്കിൽ, ബാക്കി ഭാഗം റോഡിലേക്ക് ഇടാമെങ്കിൽ, നടപ്പാതകൾ അതിനനുസരിച്ച് റോഡിൽ ക്രമീകരിക്കാമെങ്കിൽ ഈ ഭാഗത്തുള്ള ഗതാഗതം അതീവ സുഗമമായി പോകും. ഓട്ടോറിക്ഷകളെല്ലാം അകത്തേക്ക് കുറേയും കൂടി കയറ്റി ആ ഭാഗം വളരെ വൃത്തിയാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗം 5 മീറ്റർ അകത്തേക്ക് തെക്കുവശം വലിച്ചു വെച്ച് അവിടെ ഒരു വികസനം ഉണ്ടായാൽ അതിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് കിടക്കുന്നത് എറണാകുളത്തെ ഗ്രൗണ്ടിന്റെ ഭാഗമാണ്. സർക്കാർ പ്രോപ്പർട്ടി അല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ദേവസ്വം ബോർഡും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും കോർപ്പറേഷനും ജനപ്രതിനിധികളും എല്ലാം കൂടി ചർച്ച ചെയ്തുകൊണ്ട് ആ ഭാഗത്തുകൂടി 5 മീറ്റർ അകത്തേക്ക് തള്ളി വയ്ക്കാമെങ്കിൽ ഒരു വലിയ മാറ്റം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വന്നു കഴിയുമ്പോൾ അതിനു വേണ്ടിയിട്ട് ആരും സ്വയമേ, ഒരു ക്ഷേത്രമോ ആരും സ്വയമേ വിട്ടുകൊടുക്കില്ല. അവരുടെ മേൽ എല്ലാവരും അതിനനുസരിച്ച് തന്ത്രപരമായ രീതിയിൽ ഇടപെട്ട് സ്വാധീനം ചെലുത്തി ഇന്ന് എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് എന്തിനെല്ലാം ഉപയോഗിക്കുന്ന അതിനകത്ത് കാര്യമായ ഒരു നഷ്ടവും വരുത്താതെ, ഒരു കോട്ടവും വരാതെ എറണാകുളം ഈ 5 മീറ്റർ റോഡിലേക്ക് വിട്ടാൽ ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു വിശാല തലത്തിലേക്ക് ഈ അമ്പലത്തിന്റെ ബന്ധപ്പെട്ട അധികാരികളും എല്ലാവരും ചേർന്ന് ചിന്തിച്ച് ആ ഭാഗം കൂടി വിടാമെങ്കിൽ ഈ പരിസരം അതിമനോഹരമായിട്ട് ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ കിട്ടും. ആ പരിസരത്തിന് ഇപ്പൊ കോടതികളിലേക്ക് അവിടെയുള്ള പലരും വണ്ടി ഇവിടെ കൊണ്ടുവന്നാണ് ഈ പരിസരത്ത് ഇടുന്നത്. അന്നേരം റോഡ് ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലോക്കും ഇല്ലാതെ അതിവിശാലമായ ഒരു വികസനത്തിന്റെ പാത അവിടെ ഈസി ആയിട്ട് ഒരുക്കാം. അതാണ് എനിക്ക് ഈ ഭാഗത്ത് സമർപ്പിക്കാനുള്ളത്.